ഹലോ കൂട്ടുകാരെ, പാവയ്ക്ക് ഭയങ്കര കയ്പ്പാന്ന് പറഞ്ഞ് കഴിക്കാത്ത എത്രയോ പേരുണ്ട്. പക്ഷെ കയ്പ്പില്ലാതെയും പാവയ്ക്ക ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ കയ്പ്പില്ലാതെയും പാവയ്ക്ക ഉണ്ടാക്കാം. ഇതൊന്ന് കണ്ടു നോക്കിയേ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ കയ്പ്പില്ലാതെ പാവയ്ക്കാൻ ഉണ്ടാക്കാനുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പാവയ്ക്ക നല്ലപോലെ കഴുകിയെടുക്കുക. കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ അകത്തുള്ള കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ ചെറിയ കനം കുറഞ്ഞൊരു പീസായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇടുക. അതിനകത്തേക്ക് ഒരു 1.5 കപ്പ് പാവയ്ക്ക ഉണ്ട് കേട്ടോ. ഇത് അതിനകത്തേക്ക് ഒരു 2-3 ടീസ്പൂൺ കല്ലുപ്പില്ലെങ്കിൽ അല്ല നമ്മുടെ സാധാരണ പൊടിയുപ്പ് ഏതാണെന്ന് വെച്ചാൽ കല്ലുപ്പാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ പൊടിയുപ്പ് അവൈലബിൾ ആയിട്ടുള്ളതുകൊണ്ട് ഞാനൊരു 2-2.5 ടീസ്പൂൺ പൊടിയുപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ നല്ലതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക. റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതിന് ശേഷം എടുക്കുമ്പോൾ ഇതുപോലെ വെള്ളമൊക്കെ ഒന്ന് നല്ലതുപോലെ ഇറങ്ങി വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. ആ വെള്ളം മൊത്തം നമുക്ക് കൈകൊണ്ട് ഇതുപോലെ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞെടുക്കുന്ന പോലെ തന്നെ നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുക. നല്ലതുപോലെ തന്നെ ഒന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ. അതിനകത്തുള്ള വെള്ളമൊക്കെ നമ്മളൊന്ന് പിഴിഞ്ഞെടുത്ത് മാറ്റണം. പിഴിഞ്ഞെടുക്കുമ്പോൾ തന്നെ അതിനകത്തും തന്നെ ഒരു 1/4 കപ്പ് വെള്ളം കിട്ടും കേട്ടോ. നമ്മൾ ലാസ്റ്റ് പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ ചിലർ കമൻറ്റ് ഇടുമായിരിക്കും, ഇതിൻ്റെ ഗുണങ്ങൾ മൊത്തം കളഞ്ഞിട്ടാണോ കഴിക്കുന്നതെന്ന്. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് നിങ്ങളല്ലാതെ തന്നെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. പക്ഷേ കയ്പില്ലാതെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ തയ്യാറാക്കണം. ഇതിൻ്റെ ഗുണങ്ങളൊന്നും മൊത്തത്തിലൊന്നും പോകത്തൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ ഉപ്പിലിട്ട് ഇങ്ങനെ ഇതാക്കിയെന്ന് പറഞ്ഞ് ഗുണങ്ങളൊന്നും പോകത്തൊന്നുമില്ല. അപ്പോൾ അതെല്ലാം നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ. പിഴിഞ്ഞെടുത്തതിന് ശേഷം ആ വെള്ളം നമുക്ക് കളയാം, അത് ആവശ്യമില്ല. അപ്പോൾ ഇതിനകത്ത് ഉപ്പൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. ഉപ്പിനി പ്രത്യേകം ഇടേണ്ട ആവശ്യമൊന്നുമില്ല. അതിനകത്ത് ഉപ്പൊക്കെ നല്ലപോലെ കയറി ഇരിപ്പുണ്ടായിരിക്കും. അതിനുശേഷം ഒരു പാൻ നമ്മൾ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ പോകുന്ന ഒരു പാനിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിനകത്ത് ഒരുപാട് എണ്ണയൊന്നും ചേർത്തല്ല മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത്. ഒരു 2 ടീസ്പൂൺ മാത്രമേ ഉള്ളൂ. ഇത് തുടക്കം മുതൽ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയിലാണ് കേട്ടോ. അതിനുശേഷം നല്ലതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വഴറ്റിയെടുക്കണം. നിങ്ങൾ കൈ വിടാതൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്കൊന്ന് വഴറ്റിയിട്ട് കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഇതൊന്നുപോലെ ഒന്ന് കളറൊന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ വഴറ്റിയെടുക്കണം. എന്നിട്ട് തീ കുറച്ച് വെച്ച് തന്നെ എടുക്കണം. അടച്ച് വെച്ച് ഒരിക്കലും നിങ്ങൾ പാവയ്ക്ക തയ്യാറാക്കരുത്. അടച്ച് വെച്ച് തയ്യാറാക്കിയാൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ അടച്ച് വയ്ക്കുമ്പോൾ അടുത്തുനിന്ന് നീരാവി വന്നിട്ട് തിരിച്ച് ആ വെള്ളം നമ്മുടെ പാവയ്ക്കലോട്ട് തന്നെയാണ് വീണത്. അപ്പോൾ ഈ കയ്പ്പാകുമ്പം ഈ നീരാവി വെള്ളം വരുന്നത് നല്ല കയ്പ്പായിരിക്കും. തിരിച്ച പാവയ്ക്കലോട്ട് ആ കയ്പ്പ് വെള്ളം തന്നെയാണ് ഒന്നുകൂടെ ചെന്ന് നമ്മുടെ പാവയ്ക്ക ഒന്നുകൂടെ കയ്പ്പാക്കും. അപ്പോൾ ഒരിക്കലും നിങ്ങൾ എങ്ങനെ തയ്യാറാക്കിയാലും പാവയ്ക്ക തുറന്ന് വെച്ചിട്ട് തന്നെ വേവിക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ചായി നമ്മുടെ പാവയ്ക്ക ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിനുള്ള പച്ചമുളകും കറിവേപ്പിലയും. ശരിക്കും പറഞ്ഞാൽ ഉള്ളിയായിരിക്കും ഒന്നുകൂടെ ടേസ്റ്റ്. ഞാനിപ്പോൾ ഇവിടെ ഒരു പകുതി സവാളയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഉള്ളിയാണെങ്കിൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് നമ്മുടെ സവാളയൊക്കെ വേവണ്ടേ, അതൊന്ന് വേവാനുള്ള ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. പിന്നെ ഇതിലേക്ക് ഒരു കളറിന് വേണ്ടി കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതെല്ലാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വഴറ്റിയെടുക്കണം. ഇതൊന്ന് നമ്മുടെ പൊടിയുടെ പച്ചമണം മാറുമ്പോൾ നമ്മുടെ സവാളയൊന്ന് വഴണ്ടി വന്നാൽ മതി കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പച്ചമുളകൊക്കെ വെന്തിട്ടുണ്ടായിരിക്കും. ഒരിക്കലും നിങ്ങൾ അടച്ച് വെച്ച് വേവിക്കരുത്, ഞാൻ പ്രത്യേകം പറയുവാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ കയ്പില്ലാത്ത പാവയ്ക്ക മെഴുക്കുവരട്ടിയുടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ വിശ്വസിക്കാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കി. ഇങ്ങനെ ഒരിക്കലും നിങ്ങൾക്ക് ഏത് കയ്പുള്ള പാവയ്ക്കാണെങ്കിലും കയ്പില്ലാതെ തന്നെ മെഴുക്കുവരട്ടി കൂട്ടാൻ കേട്ടോ. ഏത് കുഞ്ഞിന് വേണമെങ്കിലും കൊടുക്കാം ഇങ്ങനെ തയ്യാറാക്കിയാൽ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഫോളോ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.